എടാ കാത്തപ്പാ, എടാ എണീക്കടാ, ഇവിടെ എണീക്ക. ഇത് ഭയങ്കര കഷ്ടമാണല്ല, ഒന്ന് ഉറങ്ങാനും സമ്മതിക്കൂലേ? നീ ഒന്ന് എണീക്കടാ. എന്താണമ്മേ? കൊമറണല്ലോ, പാതിരാത്രി വരെ കുടിച്ചോണ്ട് ഇങ്ങനെ നടന്നോടാ. ഇത് പറയാനാണ് വിളിച്ചെണീപ്പിച്ച എന്നാ? എടാ ദൂരമല്ല, നിന്നെ കാണണമെന്ന് പറഞ്ഞ ആരാണ്ടും വന്നേക്കണ്. ആരാണ്? എനിക്കറിഞ്ഞൂടാ, വേണമെങ്കിൽ ചെന്ന് നോക്ക്. രാമേട്ടനായിരുന്ന ഒരു പ്രശ്നമുണ്ടല്ലോടാ. നീ വന്നേ. എറിഞ്ഞു വീഴ്ത്തടവള, എറിഞ്ഞു വീഴ്ത്തടവള. നല്ല ഉഞ്ഞ. എന്താണ് ഓടിയൊന്നും ഉണ്ടല്ലേ? ചെറുതായിട്ടൊന്നും ഉന്നം മാറിപ്പോയി. അല്ലേ നീ ഉണ്ടാക്കിയനെ. പോണ്ടവള് പോയി പിടിക്കടവള. അമ്മേ, അമ്മ വല്ലതും പറ്റിയ? എന്നെ ഇട്ടിട്ട് അവളെ പോയി പിടിക്കണോ? ചേച്ചി പിടിക്കണ എന്തെങ്കിലും പറ്റിയ? ഇങ്ങോട്ട് വാടാ.
അമ്മ എന്താ ഇവിടെ ഇരിക്കണേ? നിന്റെ അമ്മയ്ക്ക് വെള്ളം കാച്ചാൻ. എന്നാ ഇവിടെ ഇരിക്കില്ല, വീട്ടിലേക്ക് പോവാ. അമ്മേ. എടാ പരനാറി, നീ ഇങ്ങനെ വയറുമിപ്പിച്ചോണ്ട് നടന്നോ? കണ്ട ബംഗാളികളോ ഇവിടെ മോഷണം തുടങ്ങി. ബംഗാളികളാ? ആ, ചെന്ന് അന്വേഷിക്കടാ. എങ്ങോട്ട് പോയേ? എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേപ്പിക്കടാ ഒന്നാറി. എങ്ങോട്ടാ പോയെന്ന് പറ. തങ്ങടന്ന് ഇങ്ങോട്ടാ. എന്ന് അവളെ പിടിച്ചിട്ട് എന്നെ കാര്യം. പിടിക്കണോ? എന്താടാ, എന്തു പറ്റി? അവളെവിടെ? ഇവിടെ വരെ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. പിന്നെ എങ്ങാട്ട് പോയെന്ന് അറിയില്ല. അവളെന്താ വല്ല സർക്കസിൽ നിന്ന് വന്നാണ്? മാഷിന്റെ വീട്ടിൽ കയറണ്ടാവോ? അയാൾ അവിടെ നിന്ന് നനയ്ക്കണ്ടല്ലോ. എന്താടാ അവളെ കിട്ടിയ? ഇവിടം വരട്ടായിരുന്നു. മാഷിന്റെ വീട്ടിൽ കയറി തോന്നുന്നു. എങ്കിൽ അവളുടെ കാര്യം പോക്കടാ. ആ മാഷിന് 2 മക്കളിലെ കാമപ്രാന്തന്മാര്. അവളെ മരിപ്പിച്ച് ചിന്തിക്കോളും. വാ നോക്കാം. ഏത് ഈ കാച്ചാടെ വീട്ടിലേക്കാ? ഞങ്ങളില്ലാട്ടാ. ഈ ശിവനാടാ വിളിക്കുന്നേ. വാടാ. നമസ്കാരം മാഷെ. എന്താടോ ഒരു അമിത ഭക്തി? ഒരു ബംഗാളി കൂടി കയറി പോണുണ്ടോ? ഇങ്ങോട്ടൊരു ബംഗാളിയും കൊങ്കാളിയും വന്നിട്ടില്ല. ഇവിടം വരെ ഓടിച്ചിട്ടാ മാഷ. അത് ഇങ്ങോട്ടാ വന്നെ. നിങ്ങളുടെ ഞാൻ കണ്ടാണ്. ഇവിടെ ആരും വന്നിട്ടില്ല. നീ വല്ല പണി നോക്കണേ. ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. എന്റെ വീട്ടിൽ കണ്ട അലവലാദികൾ കയറാൻ ഞാൻ സമ്മതിക്കില്ല. അലവലാതി അല്ല മാഷെ, ബംഗാളി. ബംഗാളി എന്ത് ബംഗാളി? നീയൊക്കെ എവിടെ കുത്തിക്കേറി പോകണം? അതിനകത്താട്ട് പോയ ബംഗാളി പെണ്ണിനെ അവളെ ഇങ്ങോട്ട് ഇറക്കി വിട്ടേ. ശിവേട്ടാ, അവളെ പിടിച്ചിങ്ങ ഇറക്ക്. എന്താ എന്തുകൂടെ പ്രശ്നം? യുവമാരോട് ഉണ്ടായിരുന്ന മാഷെ. ഇപ്പൊ യുവമാരെ ഒളിപ്പിച്ചിട്ടുണ്ടാവും. അച്ഛനെ ഒളിപ്പിച്ച് വെച്ചേക്കുള്ള കള്ള. കാര്യം കളിച്ച് കളിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിക്കാൻ തുടങ്ങിയോ? ആ പിള്ളേരെ അകത്ത് ഇരുന്ന് നോക്കട്ടെ മാഷെ, അല്ലെങ്കിൽ മാഷ് ഇരുന്ന് നോക്ക്. നിന്നെ ഇപ്പൊ ആരെങ്കിലും കൂടെ വിളിച്ചോടാം. ഇറങ്ങി പോടാ. എവിടെയാണോ? എടി അനിതേ, ഇവന്മാരെന്താണ് ഈ കിടന്ന് കാണിക്കണ? ഇതേ എനിക്ക് അടുക്കളാണാമെന്നപ്പോ കിട്ടിയ കൊടോണ്. എന്റെ പൊന്നുമോൻ ചോദിച്ചിട്ട് പോലും ഞാൻ കൊടുത്തിട്ടില്ല. അതാടി കള്ളി നീ കട്ടോണ്ട് പോയത്. നിന്റെ ഒടുക്കം പരിപാടി കൊള്ളി. വിടാൻ. എന്റെ ദൈവമേ, കുപ്പി എന്താടാ?
ഇതിനകത്ത് കാണും. എടാ ഇതിനാണ് ഈ പെണ്ണിന്റെ പുറകിട്ട് ഓടിച്ചത്. എടാ ഇതിനകത്ത് ഉണ്ടായതാണ്. നീ എടുത്തു കുടിച്ചാടി. ഓ ഞങ്ങളോടാണ്. എടാ കാത്തപ്പാടാ, ഇത് നിനക്ക് ഇട്ടിട്ട് എന്താവാനാണ്? ഇത് ഞാൻ നോക്കിയോളാം. കാത്തപ്പ ഇതിനിപ്പോ എന്ത് ചെയ്യണം? എന്തെങ്കിലും ചെയ്. മാഷേ 2 മക്കളല്ലേ, ഇതിനാണ്ട് കെട്ടിച്ചു കൊടുക്ക്. അല്ലാതെ പിന്നെ ഞാനെന്ത് പറയാനാ? എങ്ങോട്ടാ? എടാ കിടു എടാ നിക്കടാ സ്വാമി. എടാ ഞാൻ പറയണമെന്ന് നിക്കടാ. എടാ നിക്കട കിടു. എന്നെ വായിരിക്കണമെന്ന് കേൾക്കരുത്. താങ്കളോ പറഞ്ഞ 100 ലിറ്റർ സാധനം. എടാ നീ ഒരു സത്യം പറയട്ടെ. ആൾക്കാരുടെ മുമ്പിച്ച് നാറണ്ടെന്ന് ഓർത്തേ ഞാൻ ഒരു നുണ പറഞ്ഞാണ്. ഇന്നലെ താങ്ങോറ് മാറ്റാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. രാവിലെ കുടിക്കാൻ നോക്കിയപ്പോഴേ അവളെടുത്തോണ്ട് ഓടണ് ആ വൃത്തികെട്ടവള്. ഇന്ന് 1-ാം തീയതി, നാളെ ഗാന്ധി ജയന്തി. അതുകൊണ്ട് കാലത്ത് പല്ലൂട് വെക്കാണ്ട് ഇറങ്ങി ഓടിയാണ്. നമുക്ക് വൈകിട്ട് സെറ്റപ്പ് ആക്കാടാ. അങ്ങാട് മാറിക്കട കാത്തപ്പ. അങ്ങോട്ട് പോണത്. വഴിനടത്ത് നിന്നോളൂ. വീട്ടിലത്തെ കോഴിയെ കൊടുക്കാണ്ടോ? വീട്ടില് പെടക്കോഴി ഉണ്ട്, വേണേ തരാം. എന്നാ വീട്ടിലേക്ക് പോരും. അതെ എനിക്ക് അത് നീ എടുത്തോളാ. എടി അപ്പ നിന്റെ പൂവനെ കൊടുക്കല്ലേ? പൂവിന് ഞാൻ ആർക്കും കൊടുക്കൂല. എന്നാ നീ പൂവനം കെട്ടിപ്പിടിച്ചിരുന്നോ? മീരിച്ചിട്ട് ഒരു കാര്യം. വേട്ട വേട്ട വേട്ട. ആ വെള്ളം വന്നല്ല. ഒഴി ഒഴി ഒഴി. എനിക്ക് കുറച്ച് മതിട്ടാ. എന്ത് വെള്ളം ഇവനൊക്കെ എന്താ അക്രമി കാണിക്കണേ? ഒരു മദ്യം വേസ്റ്റ് ആക്കണ. നല്ല മധുരി. തുള്ളി കൊടുക്കരുത്. ഒരു തുള്ളി പോലും കൊടുക്കരുത്. ചിക്കൻ വന്നല്ലോ. ഇതെന്റെ ചിക്കൻ. മദ്യം വേസ്റ്റാക്കല്ലേട്ടാ, സങ്കടം വരും. ആർക്ക്? എനിക്ക് എല്ലാവർക്കും. നന്ദി ഞാൻ മൂലക്ക് വരുന്ന കളഞ്ഞോട്ടാ. ഞാൻ നോക്കണം. നീ ഇവിടെ നീ ഒരു രക്ഷ എടുത്തോടാ. എനിക്ക് ആലോചന എന്ത് സാധനം? വീട്ടിൽ പോടാ. വീട്ടിൽ പോയി കിട്ടില്ലടാ. വീട്ടിൽ പോടാ. വീട്ടിൽ പോടാ. പണിവേളെന്ന് തോന്നുന്നു. നീ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കടാ. എന്ത് വണ്ടിയാടാ അത്? നീ ഇടന്ന് കളിക്കാണ്ട് ഇടപ്പ് സ്റ്റാർട്ടാവും. ഇവിടെ പുറകിലിതേ വണ്ടിയും വന്നു. അവിടെ എടുക്കാന്നോടാ. എന്താടാ കിടു തള്ളണ ഇനി അല്ലണ പാടാക്ക. നിന്നോടൊക്കെയല്ല പറഞ്ഞു ഇപ്പൊ പോവാന്ന്. പോണോന്നുണ്ടെങ്കിൽ മോളെ കൂടെ പറഞ്ഞോളാം. ഇല്ലാന്നുണ്ടെങ്കിൽ റിവേഴ്സ് വെച്ചോട്ടോളാം. ഇനി എങ്ങാനും ഇവിടെ കിടന്ന് ഹോണടിച്ചാൽ നിന്റെ പാട്ട് വണ്ടിയല്ലോ എടുത്ത് ഞാൻ കത്തിക്കും.
ഞങ്ങളോടെ തള്ളി തരേട്ടാ. ചേട്ടന്മാര് വണ്ടി കളി തരാന്ന്. എന്നാ നീ എന്തിനാടാ അവരോട് ചൂടാൻ പോയത്? അതൊന്നും നീ അമ്മയോട് പറഞ്ഞല്ലോ ഇപ്പൊ പോവാന്ന്. അത് നന്നായി, അതുകൊണ്ടല്ല അവര് കൈ വെച്ചത്. കാത്തപ്പ നെട്ടാകോണത്തേക്കല്ലേ? ആരുടെ കോത്താഴത്തേക്ക് വേണമെങ്കിലും പോകാം. അല്ലടാ കിട്ടു. ആ പോ. ഇവനിതെവിടെയാടാ? കാണാനില്ലല്ലോ. വിളിച്ചോക്കടാ. നീ എവിടെയാടാ ഇത്? ഏടാ ഇപ്പൊ എത്തടാ. ആ ശരി. നീ ആ ബൈക്ക് ഒതുക്കി വെച്ചിട്ട് വാ. ആ എടാ വാ പോകാ. കത്തിക്കട്ടെ. ഇവനിതെവിടെ പോയി? അവനെന്തേടാ? ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതാ. വല്ല ലോട്ടറി എടുക്കാനായിരിക്കും. ശ്ശേ, അതേ പറഞ്ഞിട്ടല്ലോ. നീ ഇതെവിടെ പോയിച്ചടാ? വോഡ്ക അടിച്ചിട്ട് നാവ് വലിഞ്ഞിട്ട് വയ്യ. ഒരു സോഡ നാരം കുടിച്ചു. ആഹാ, അപ്പൊ ഞങ്ങളൊക്കെ വള്ളം കുത്തികളാണല്ലോ. ആകെ ഒരു 10 രൂപ പോക്കറ്റിലുണ്ടായി. ആ എവിടെ പോ? പണ്ട് നീ പിടിച്ചു. അതെന്താടാ? ഇപ്പൊ ഇടങ്ങ സ്റ്റാർട്ടാവോ? എവിടുന്ന് കിട്ടിയടത്? സ്റ്റാർട്ടായില്ല, തള്ളണം. ആ പോട്ടെ പോട്ടെ. അടിച്ചതിന്റെ ബാക്കിയല്ലോ ഉണ്ടാ? ആകെ ഒരു അരയുണ്ടായിരുന്നു. എത്ര പേര് അടിക്കും? ഇത് ആരൊക്കെ വണ്ടി പിടിച്ചു? നിനക്ക് ആവശ്യമുള്ള സാധനം ഞാൻ മേടിച്ചു തരാം. എടാ, ആഫ്രിക്കക്കാരന്റെ മുടി കണ്ട കയറ് വിരി പോലെ ഉണ്ടല്ലേ? ആന്ന് നിനക്ക് എങ്ങനെ കുളിക്കൂടാ? നമുക്ക് 12 കെട്ടാൻ കൊടുക്കാം. കള്ള് ചേട്ടാ, 4 കുപ്പിക്കള്ള്, കറികളൊക്കെ ഓരോ പ്ലേറ്റ്. വാട ഇവിടെ ഇരിക്ക. എന്താടാ ലോട്ടറി അടിച്ചാ നിനക്ക്? റിയൽ എസ്റ്റേറ്റ്. ആര്? നീയോ? എന്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചു. ഒരു സ്ഥലം വേണോന്ന് പറഞ്ഞു. ഞാൻ മറ്റൊരു ബ്രോക്കർ കൂട്ടുകാരനെ വിളിച്ചു. സംഗതി റെഡിയാക്കി. മൊത്തം ബ്രോക്കർമാര് 11 പേര്. 5600 രൂപ വെച്ച് കിട്ടി. നല്ല പരിപാടിയുള്ള. പിന്നെ ഇതിനകത്ത് എനിക്ക് ഓടിക്കണേ. ഇങ്ങനെ എല്ലാം ചെയ്താൽ മതിയായിരുന്നു. അതൊക്കെ വല്ല കാലത്ത് ഉണ്ടാവൂലടാപ്പാ. അത് നിനക്കല്ലേ? മാസത്തിലൊരു നല്ല കച്ചവടം നടന്നാ മതി. മാസത്തിൽ 10 ദിവസം പണിയുണ്ടാവും. 700 വെച്ച് കിട്ടുകയും ചെയ്യും. ജീവിച്ചു പോന്നല്ലാണ്ട് നമുക്ക് വേറെ പണിയുണ്ടാവും. നോക്കടാ, കാശുണ്ടാക്കാൻ വേറെ എന്തൊക്കെ പണിയുണ്ട്. നിനക്കൊക്കെ അത് പറ്റില്ലല്ലോ. ആ കാശൊന്നും നമുക്ക് വേണ്ട മോനെ. നേരെ 4 കുപ്പി കള്ളുകൂടി, കറികളൊക്കെ ഇതുപോലെ തന്നെ. 5000 രൂപയുണ്ട്. ഇതിന് മുഴുവൻ നിങ്ങൾ കുടിച്ചോ സ്വാമി. ബാക്കി വന്നെ നീ അഡ്ജസ്റ്റ് ചെയ്തേക്കോട്ടെ. ആ വഴത്തൊലി മങ്ങാത്തൊലി മധുര നാരങ്ങത്തൊലി ഇട്ട് വാട്ടിയ ചാരായം ചാരായം. പഴത്തൊലി മങ്ങാത്തൊലി മധുര നാരങ്ങത്തൊലി ഇട്ട് വാട്ടിയ ചാരായം ചാരായം. അമ്മ വേറെ തൊലിഞ്ഞ നോട്ടം നോക്കണേ. നിനക്കങ്ങനെ തോന്നിയ? എനിക്ക് തോന്നി. 4 കുപ്പി. എടുത്തു. കേട്ടോ മീനണ്ടാ? കണ്ട
ആ ചേട്ടന്മാർക്ക് കിട്ടും 1 മണിക്കൂർ കൊണ്ട് നമ്മളെക്കാൾ കൂടുതൽ കാശ്. ഒന്ന് പാടാപ്പ അവന്മാരെ കാലത്തോട്ട് വൈകുന്നേരം വരെ വീശി പിടിക്കണ മീനെ നമ്മുടെ കാത്തപ്പൻ കല്ലിന്റെ ആളെ തപ്പി പിടിക്കും കാത്തപ്പ അവഴത്തൊലി മങ്ങാത്തൊലി മധുര നാരങ്ങത്തൊലി ഇട്ട് വാട്ടിയ ചാരായം ചാരായം വഴത്തൊലി വഴത്തൊലി മങ്ങാത്തൊലി മധുര നാരങ്ങത്തൊലി ഇട്ട് വാട്ടിയ ചാരായം ചാരായം ഇട്ട് വാട്ടിയ തന്നോടൊക്കെയല്ലോ മീനുണ്ടോന്ന് ചോദിച്ചു. ഉണ്ടെങ്കി ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കി ഇല്ലാന്ന് പറയണം. എടാ നീ ഇന്ന് പണിക്ക് പോയില്ലേടാ? അമ്മക്കെന്താ അമ്മ കണ്ണി ചോരില്ലേ? മനുഷ്യന് ഇവിടെ ഒരു ബീഡി പോലും വലിക്കാൻ പറ്റണില്ല. അപ്പോഴാണ് ഒരു പണി. അമ്മ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തേ. ആരുടെ തലയിൽ കയറി പൊണ്ടാറടങ്ങി വന്നിരിക്കടാ നീ? ഓ ഒന്ന് പോണണ്ടാ, നിങ്ങളുടെ കട്ടൻ ചായം വേണ്ട. ചെവിട്ടില്ലേ മൂട്ട പോയ പോലെ. ആ നിന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലടാ. എങ്ങനെയാണ്ടാ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ തോന്നണടാ. ഇവിടെ നോട്ട്. അയ്യോ ഇതൊരാഴ്ച കൊണ്ട് ശരിയാവും. നിങ്ങൾ പോയില്ലടാ, ആ പണി ഇന്ന് തീർത്തു കൊടുക്കണ്ടേയിരുന്നു. എവിടെ പോണ കാര്യമാണ് ഈ കിടന്ന് പറയണത്? ഒരു തവണ കിടക്കപ്പായത് എണീറ്റിട്ടില്ല. എന്നെ കൂടെ പറ്റില്ല ഒറ്റക്ക് പോയി കിടന്ന് ഉണ്ടാക്കാനായിട്ട്. ആ തള്ളിയാണെങ്കിൽ വെറുതെ ഒന്ന് വായം പൊളിച്ച് നോക്കിയേക്കുന്നേ. സാമി ഒരു ദിവസേ ഞാൻ ആ വീടിന്റെ ഡോറ് പൊളിച്ച് ചെയ്തിട്ടിരിക്കണായിരുന്നു. അപ്പൊ ആ തള്ളാന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കേൾക്കണ അവരുടെ വൻ ഗൾഫിൽ കിടന്നുണ്ടാക്കണ കാശാണ് ഞാൻ ഒരച്ച് കളയണെന്ന്. എനിക്കങ്ങനെ ചൊറിഞ്ഞു കയറിട്ടല്ല അന്ന് നിർത്തി ഞാൻ പണി. ഒരു ഇത് വീഡിയോ ഒക്കെ വിളിച്ചെടുത്തു. എന്നാടാ കേറ്റ് മോനെ സ്വാമി, സത്യത്തിൽ എന്താണ് അവന് സംഭവിച്ചത്? അതമ്മ എന്താണെന്ന് വെച്ചാ ഒന്നും മിണ്ടാരിയടാ. ചെറുതായിട്ടൊന്നും വണ്ടിന്ന് വീണാണ് അമ്മേ. ഞാൻ വിശ്വസിച്ചു. നിനക്ക് ചായ വേണോ? വേണ്ടമ്മേ. കേട്ടല്ല വിശ്വസിച്ച് ഞാൻ എന്തെങ്കിലും വേണോ പറഞ്ഞൊപ്പിച്ചെന്ന്. എടാ കിടൂ, കാത്തപ്പ 2 ദിവസത്തെ പണിയുണ്ട്. നമ്മുടെ പാപ്പന്റെ വീടൊന്ന് പൂശണം. അതിനിപ്പോ അവിടെ വാടകയ്ക്ക് ഒരു ടീം വരുന്നുണ്ടെന്ന്. എടാ ഗൾഫുകാരന്റെ പണി തീർത്തു കൊടുക്കണോന്ന്. അതിന് നീ ഇല്ലാതെ ഇവന്മാര് പോകുന്നു നീലാണെ അമരല്ലേട്ടാ. കണ്ട, നീ ഇല്ലാതെ ഇവന്മാര് പോയില്ല. അതേ ഞാൻ പറഞ്ഞത്. ഇതാകുമ്പോ 2 ദിവസം കൊണ്ട് എടുക്കാം. ഞാനും നിക്കാം. അങ്ങോട്ട് ചെയ്യടാതപ്പാ. ആ പെങ്ങള് പൊക്ക് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ കൊറേ നേരമായാലും എന്റെ പിന്നാലെ കൂടിയിട്ട്. തനിക്കൊക്കെ 2 കിട്ടാഞ്ഞിട്ടാ. നല്ല മണിക്കൊത്ത പെണ്ണ് വീട്ടിലുണ്ടല്ലോ സാറേ, അതിനെ നോക്കിയാ പോരെ? അനിതയ്ക്ക് സുഖം തന്നെയല്ലേ? ഇനി അനിതേനെ നോക്കി സൂചിപ്പിക്കാൻ വരണ്ട സാറേ. കൊറേ നേരായി ഇയാളെന്റെ പിന്നാലെ കൂടിയിട്ട്. നാണമില്ലല്ലോ സാറേ. ഓ നാണത്തിലൊക്കെ ഇരിക്കുന്നു. നമുക്ക് കാര്യം ഇവിടെ നടന്നു. വാടി. ഓരോന്നൊക്കെ കുറ്റിയും പറിച്ച് വന്നു. എന്താ സാറേ പ്രശ്നം? ഏയ് പൊക്കിന് താഴെ കീറി ചുരിദാറും കാലും എന്തോ ഇട്ടോണ്ട് വന്നിട്ട് നമ്മളെന്തോ കീറിയ പോലെ. കളരുത് സാറേ, 2 കിട്ടിന്ന് വരും.
100 നോക്കിയാൽ 2 വീഴുള്ളൂ. ആ ഇവന് വിവരണ്ട്. വൈറ്റ് ഇതൊക്കെ ശരിക്കും പോണില്ലേ? പോണില്ലേന്നാ? പോണത് കണ്ട സാറിന് കൊതി വരും. ഇവരെന്താ എന്തിനാ കത്തപ്പത്തിന്റെ മുഖത്ത് പറ്റി? ഒന്നുമില്ല. ആ ഫാമിലി ഉണ്ടല്ലോ കൂടെ. വണ്ടിയൊക്കെ ഒതുക്കി വെക്കാം. ഏതായാലും കണ്ടിട്ട് പോ. ഒരു ലോഡ് സാധനം ഉണ്ടല്ലോ. തന്നെ കൊല്ലാൻ കൊണ്ടുവന്നാ ചവിട്ടിയിട്ടിട്ട് ഞാൻ എന്റെ നെഞ്ചത്തി ചവിട്ടാ ഭാഗ്യം. ഏട്ടൻ കൂറേന് ഇപ്പൊ ചേച്ചി എന്തായാലും സുന്ദരിയായിരിക്കും. വാ. അല്ലെങ്കിൽ ഇവന്മാരെ പേടിപ്പിക്കും. ഈ പെയിന്റിംഗ് ഒന്നും തീർന്നില്ലേ? സാർ പെട്ടെന്ന് തീർക്കാം. എങ്ങനെ തീരും? നീ ഒന്ന് കുനിഞ്ഞിട്ട് നീ വരുമ്പോ മണി 5 ആവും. പണിക്കിറങ്ങിയേക്കുന്നു. നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലടാവേ. ഇതുപോലൊരു മുതലിനെ ഞാൻ ആദ്യമായിട്ട് കാണണ. എന്തോടാ പറഞ്ഞേ? ഞാനങ്ങനെ പോട്ടെ. എനിക്കിതൊന്നും കണ്ടേക്കാൻ വയ്യേ. ആ അടുത്ത വന്ന് ലാൻഡ് ചെയ്തല്ലോ. വായി നോക്കികള്. എടീറ്റ് പോടാ വായി നോക്കി. ആ ഒരുത്തനെങ്കിലും ഡീസന്റ് ആയിട്ടുണ്ടല്ലോ. സമാധാനമായി. അയ്യോ അവൻ ഡീസന്റ് അല്ല, കഞ്ചാവ് അടിച്ച് കിളി പോയിട്ട് ഇങ്ങനെയാണ്. അതെ, എല്ലാവരും ഉള്ള സ്ഥിതിക്ക് അതൊന്ന് ഇറക്കാൻ സഹായിച്ചാ നിങ്ങൾക്ക് പുണ്യം കിട്ടും. ഇപ്പൊ ശരിയാക്കി തരാം. ഓക്കെ, നല്ല പിള്ളേരല്ലേ സുലു? എന്നെ കാണാൻ നിൽക്കുവാടി. കേറി പോടിയാത്ത അനുസരിച്ച് ഡീസന്റ്. ഇവൻ 2 പനയോല വെട്ടിയിട്ട് കൊടുക്കും. ചുമ്മാ ആട്ടിക്കൊണ്ട് നിൽക്കാതെ തിന്നോട്ട് നിൽക്കട്ടെ. പിടിച്ചണം. എന്നാ മുഖത്താരാൻ ഡിസ്റ്റിയൊക്കെ കീച്ച പോലെ ഉണ്ടല്ലോ. എങ്ങനെ മനസ്സിലായി? രൂപം കണ്ടാൽ അറിയില്ലേ ബോഡിയിലെ പഞ്ചർ. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞൊന്നല്ലേ. അതൊക്കെ നമുക്ക് എങ്ങനെ വേണേലും മാറ്റി അടിക്കാലോ. അയ്യോ ഒന്ന് മാറിക്കടാവേ. പതുക്കെ പതുക്കെ. ഇതെന്റെ എല്ലാമാണ്, എന്റെ ഹൃദയമാണ്, എന്റെ സുലുവിനെ പോലെ. സുലുവാ? അതാരാ? എന്റെ ഭാര്യ. പിന്നല്ലാതാര്? ഒന്ന് മാറിക്കട ഇറച്ചിക്കട. സ്വയം എന്താ ബാത്റൂമില്? എന്ത് പറ്റി? ബാത്റൂമിൽ ഒരാള്. അതാരാ? സ്വാമി പണി തുടങ്ങി. നിനക്കെന്താ വട്ടാണോ ബാത്റൂം പെയിന്റ് ചെയ്യണം എന്നെ കണ്ട് അലറി വിളിക്കാൻ? നീ ഒന്നും ആണുങ്ങളെ കണ്ടിട്ടില്ലേ? തനിക്കൊന്ന് മിണ്ടിയും പറഞ്ഞു നിന്നൂടെ? ഒറ്റയ്ക്ക് മിണ്ടിയും പറഞ്ഞു വേണ്ട വഴക്കാക്കണ്ട. അടങ്ങ് സ്വയം. നീ ഏതാടാ? താൻ ഏതാടോ? ഓ, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലേ. ഞാൻ റിട്ടയർഡ് ജനറൽ സുഗണൻ. ഏറ്റില്ലേ? ആരാന്ന് പറഞ്ഞേ? മനസ്സിലായില്ലല്ലേ? ഞാൻ ഹവീൽദാർ സുഗണൻ. ആടാ ആ ഇതെന്റെ ഭാര്യ സുലു. ഇത് 2 എന്റെ പുന്നാര മക്കൾ. ഇതെന്റെ ഭാര്യയുടെ ഒരേ ഒരു അനിയത്തി സ്വയംപ്രഭ. ഞാൻ സ്വയം എന്ന് വിളിക്കും. സ്വയം? നിങ്ങൾ പ്രഭ എന്ന് വിളിച്ചാൽ മതി. ഇനി എല്ലാരെയും സ്വയം ഒന്ന് പരിചയപ്പെടുത്തുന്നത് നന്നായിരിക്കും. പരിചയപ്പെടുത്തും സ്വയം? ആ സ്വയം അല്ല, അവനവൻ പരിചയപ്പെടുത്താൻ. ഞാൻ സാമി. ഇതെന്റെ പാപ്പന്റെ വീടാ.
ഞാനാ കാര്യങ്ങളൊക്കെ നോക്കണേ. അതൊരു നോട്ടം. അപ്പൊ ലവനോ? ഞാൻ ശിവൻ 32 വയസ്സ് കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ജോലി? ദൈവത്തെ ഓർത്ത് വിളിക്കരുത്, ഞാൻ വരൂല. മോറങ്ങട്. അയ്യോ. അതെ, നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക് അതൊക്കെ ഒന്ന് ഇറക്കി അകത്ത് വെക്കാൻ സഹായിച്ചാൽ സഹായിച്ച ഉണ്ട്. ടാങ്കുകളാന്ന് തോന്നുന്നു. പുറകെ പോകുന്നവൻ സെപ്റ്റി ടാങ്ക്. എത്ര നാളായില്ലടാ നമ്മള് മിലിറ്ററി അടിച്ചിട്ട്. താങ്കളെ പരിചയപ്പെടാൻ സാധിച്ചത് ഞങ്ങളുടെ മുൻജന്മ സുഹൃതം എന്നല്ലാണ്ട് എന്താ പറയാ. നിങ്ങളെ പരിചയപ്പെട്ടതല്ലേ എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ ചാത്തപ്പനെ പോലുള്ള ചാത്തപ്പനല്ല ചേട്ടാ, കാത്തപ്പൻ. അതെന്തേലും ആട്ടെ, അതിനകത്ത് അപ്പനുണ്ടല്ലോ. ഈ അപ്പനെ പോലുള്ള ഒരു ഗുണ്ടയെ പരിചയപ്പെടാൻ പറ്റിയതാണ് എന്റെ ഭാഗ്യം. അയ്യവൻ ഗുണ്ടൊന്നുമല്ല. തന്നെ തന്നെ ആ ഗുണ്ടാണ്. ചേട്ടനെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ കേട്ടാ. ഫോട്ടോ കിട്ടുമ്പോ ഇതുപോലൊക്കെ കാണണം. അത് റൈറ്റ്. ചേട്ടൻ ഒന്നുകൂടി ഒഴിക്കണം. അയ്യോ വേണ്ട, സുലുവിന് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ലെന്നാ അവള് പറയുന്നത്. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങത്തേ ഉള്ളെന്ന്. പിന്നെ ഏട്ടാ, അനിയത്തിക്ക് ജോലി വല്ലതും ഉണ്ടോ? പിന്നെ വലിയ സാമൂഹ്യ പരിഷ്കർത്താവല്ലേ. ഓ, മനസ്സിലായില്ല. അതെ, ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ ചോറൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഏതോ ഒരു സംഘടനയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ മറ്റോ ആണ്. ഓ, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ചേട്ടാ ഇങ്ങനെ അവസരമായ ആൾക്കാരെ സഹായിക്കാൻ. അത് ഞങ്ങളുടെ ആവശ്യം ഒന്ന് മാറട്ടെ. ഇവനോടൊക്കെ ഒരു 100 പ്രാവശ്യം പറഞ്ഞതാ എന്തേലും ബിസിനസ് ചെയ്യാമെന്ന്. ആ പിന്നെ ഭ്രാന്താണ്. എന്ത് ബിസിനസ് ചെയ്യാനാണ്? അതിന്റെ കയ്യിൽ കാശ് വേണ്ടേ? ലുലുമാള് കണ്ട, അയാള് യൂസഫ് അലി എല്ലാം ഒത്തു വന്നിട്ടും കയ്യിൽ കോടി വെച്ചിട്ടല്ല ബിസിനസ് തുടങ്ങിയത്. നമ്മുടെ മയിൽ വാഹനം കുഞ്ഞാപ്പി മുതലാളിയില്ലേ, ഒറ്റ ബസ്സിൽ തുടങ്ങിയ ആളാ. ഇപ്പോ എന്താണ് മുപ്പന്റെ വളർച്ച. ബിസിനസ് തുടങ്ങാൻ എനിക്കും താല്പര്യമുണ്ട്. പക്ഷെ എന്ത് ബിസിനസ് തുടങ്ങും? നിങ്ങൾക്ക് ഞാനൊരു പെട്ടിലാമ്പട്ടറ എടുത്തു തരട്ടെ. പെട്ടിലാമ്പട്ടറേ? ആ പെട്ടിലാമ്പട്ടറ. നിങ്ങൾ ചെറിയ പിള്ളേരല്ലേ, ബിസിനസ്സിൽ പച്ച പിടിച്ചാൽ എല്ലാവരും രക്ഷപ്പെട്ടു. അല്ല എന്താണ് ഈ പെട്ടിലാമ്പട്ടറ? അയ്യോ അതറിയത്തില്ലേ? ഈ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടുവരുന്ന ചെറിയ ഓട്ടോറിക്ഷ. ഓ ആപ്പേ. ആപ്പേ അതിപ്പോ, പണ്ട് പെട്ടിലാമ്പട്ടറ. ആ എന്തായാലും ഇപ്പൊ എടുത്തിട്ട് എന്ത് ചെയ്യാനാട്ടാ? അച്ചാറിടാം. എണീറ്റ് പോടാ അവിടുന്ന്. നമ്മുടെ വീടിന്റെ സൗണ്ട് കേൾക്കണേ, എന്തോ പ്രശ്നം. എടാ കാത്തപ്പാ, ന്റെ വീടിന്റെ മുന്നിലാണല്ലോടാ ഒരു ആൾക്കൂട്ടോ. നല്ല ആണുങ്ങളെ കുഴപ്പമില്ല. രാമൻ തന്നെ ഇളകി വന്നിട്ടുണ്ട്. എന്താ പ്രശ്നം? ചേട്ടന്റെ വീട്ടിൽ കള്ളം കേറി. കള്ളനാ ഈ 10 മണിക്കാ? അത് ഭയങ്കര കള്ളനാണല്ലോ. ചേട്ടനില്ലേ ഇവിടെ? പുള്ളിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. ഇവിടെ സ്ഥിരമായിട്ടൊരു കള്ളനുള്ളതാ അല്ലേടി? ഉച്ചന്റെ ഡ്യൂട്ടി എടുക്കാൻ വന്ന ആരെങ്കിലും ആയിരിക്കും. എടാ വായ്മൊളിച്ച് നോക്കിക്കണ്ട് പാടാല്ലേ കള്ളം കള്ളന്റെ പാട്ടിന്. ഇവന്മാരിത് എന്ത് കാണിക്കാൻ പോണേണ്? എന്താണ് ചേച്ചി പ്രശ്നം? ഞാനേ മോളെ ഉറക്കിട്ടേ മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയതാ. അപ്പൊ ആ വാഴത്തോപ്പിൽ ആരോ പതുങ്ങുന്നു. ചേച്ചിയാണോ ആദ്യം കണ്ടത്? ഞാനാണ് ആദ്യം കണ്ടത്. എന്റെ ബലമായ സംശയം ഇത് നുഴഞ്ഞുകയറ്റമാണെന്നാണ്. ഞാൻ അതിർത്തിയിലുള്ള സമയത്തായിരുന്നെങ്കിൽ ഇവനെ വെടിവെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ വെടിവെച്ചേനെ. ഇവിടെ വെച്ച വിവരം അറിയും. എവിടാ വീട്? നീ എന്തോ ഇങ്ങോട്ട് പുറത്താട്ട് വാടാ. നീ രാത്രിയും പകലും ഇല്ലാതെ ചന്ദനം തൊട്ടുണ്ട് പർശന സുഖത്തിന് ഇറങ്ങിയേക്കണത്. ഇവൻ ഒറ്റ ഒരുത്തം കാരണം ചന്ദ്രത്തിന്റെ വില ഇടിയും. ഈ പെണ്ണുമ്പോൾ സ്വസ്ഥമായിട്ട് ജീവിക്കാനും സമ്മതിക്കില്ലേ? പിന്നെ കുളിക്കത്തില്ലേലും തോർത്തുള്ളൂ. ഇവിടുന്ന് ആരും കാണുന്നില്ലല്ലോ. വന്നല്ല. ആ ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയതേ ഉള്ളൂ. അത് ചിലപ്പോ ശരിയായിരിക്കും. ഇവിടെ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോയ ആളിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവല്ലേ സാറേ? വാടാ കാത്തപ്പാ, സാറ് വന്നില്ലേ? ഇനി സാറ് നോക്കിക്കോളൂ. നല്ലതുള്ളായിരുന്നു. ബാക്കിയുള്ള അടിച്ചു. ഇനിയിപ്പോ നടക്കുന്നു തോന്നല്ല.
എല്ലാരും പോയിക്കോട്ടെ, എല്ലാരും പോയിക്കോ, പോലീസ് ഇടപെട്ടുണ്ട്. പോകാം. നീ ഇതെങ്ങാട്ടാണ് വന്നാ, നീ വീട്ടിൽ പോടാ. എടാ മോനെ, കറണ്ട് ബില്ല് അടക്കണ്ട ലാസ്റ്റ് ദിവസമാണെന്ന്. എടാ അടച്ചില്ലെങ്കിൽ ഫീസ് ഊരിക്കൊണ്ട് പോകട്ടാ. വൈകിട്ട് അടയ്ക്കാം അമ്മേ. ആ ചേട്ടാ. എടാ സാമി, ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. എന്താ ചേട്ടാ പ്രശ്നം? അടുക്കളയിലെ ടാപ്പ് ലീക്ക് ഒന്ന് നന്നാക്കണം. ഒരു പ്ലംബറെ അറേഞ്ച് ചെയ്ത് തന്നാലും മതി. നമുക്ക് നോക്കാം. വൈകിട്ട് വരെ. അമ്മേ, ഞാൻ റിട്ടയർഡ് കളറിൽ ജനറൽ. ആ സ്വയമാണ് എന്നെ വീട്ടിൽ ഇരുത്തി പൊറിപ്പിക്കുന്നില്ല. അല്ല നീ ഇതങ്ങോട്ടാ? ഞാൻ കാതപ്പന്റെ വീട്ടിലോട്ട്. അയ്യോ, എന്നാ പിന്നെ ഞാനും വന്നോട്ടെ. വീട്ടിൽ ഇരുന്ന് ബോറടിച്ചു. വാ. പിന്നെ എങ്ങാടാണ് ഉന്തി തള്ളി വന്നത്? ഇങ്ങോട്ട് എന്തിന്? ഒരു സ്പർശന സുഖം. പിന്നെ വിലക്കും മണിക്കും പോകാതെയാണ് പറിച്ചന സുഖം. 50 രൂപ. 50? വില കൂടുതലാണല്ല. ഭയങ്കര വില ഇയാളുടെ അടുത്ത്. നിന്റെ അമ്മ ഇപ്പോഴും ഇഷ്ടേക്കളത്തിൽ തന്നെയല്ലേ പണിക്കോണത്? ഇവിടെ ഒന്നും പെണ്ണുങ്ങ പിന്നെ മീൻ കച്ചവടത്തിന് പോകണുണ്ടല്ല. മേരിക്ക് മുതലാകെങ്കിൽ മേടിച്ചാ മതി. മീനെന്താ? മത്തിയും കൊഞ്ചും. ഞാനും കൊഞ്ചും. തല്ലും കൊള്ളും. വെറുതെ എന്നാ നീ അയാളുടെ മീൻ മേടിക്കണ്ട. 40 രൂപയുണ്ട്. 50 രൂപ വേണം മേരി. ഇവിടെ അവനിപ്പൊ കൊറേ മേടിച്ചു തരുവട്ടാ. ഇതിന്നാ നാളത്തെ ബാക്കിയുള്ളത്. അത് കയ്യിൽ വെച്ചോ. കാശുള്ളപ്പോ എല്ലായിടത്തും പോയി മേടിക്കും. ഇന്നാ 10 രൂപ കൂടെ ഉണ്ട്, കൊണ്ടേ തിന്നു. ദുർദ്ദേശമുണ്ട്. വെള്ളം കുടിക്കാനുള്ള പരിപാടിയെന്ന് തോന്നുന്നു. സ്വാമി എന്താടാ? ചെമ്മീൻ ഷെട്ട് വരെ. ഇവന്മാരിപ്പോ ചെമ്മീൻ ഷെട്ടി പോണെന്നുണ്ടെങ്കിൽ അത് വെള്ളടിയായിരിക്കും. ശരിയാക്കി തരാം. ശിവേട്ടാ, ഏതാണ് നെടിയൻ? ഇന്നലെ രാത്രി ഇവിടെ കണ്ടല്ലോ. ഭയങ്കര വെടിവെപ്പുകാരനാ. വെടിവെപ്പുകാരനാണ്. ആന്ന്. സത്യം പറയ ശിവേട്ടാ, അയാൾ നല്ലോണം വെടിവെക്കൂ. ഒന്ന് പോന്നേ. അതല്ല, അതിർത്തിയിൽ 5 പാകിസ്ഥാൻ പട്ടാളക്കാരെ വെടിവെച്ച് കൊന്നെന്നാ പറഞ്ഞ. ഓ എന്റെ പൊന്നോ. എടാ നീ എങ്ങാട്ടാണ്? വീട്ടിലാട്ടാണ്? എന്താ ചേച്ചി? ഈ മീൻ അങ്ങാട് കൊടുത്തേര്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങക്ക് എപ്പോഴും കൂട്ടുവേണം നിർബന്ധമാണ്? ആദ്യം തടിച്ചു പെണ്ണായിരുന്നു, ഇപ്പൊ ഇവള്. അതിന് നിനക്കെന്താണ്? രണ്ടും കല്യാണം കഴിക്കാൻ നടക്കാണ്. നാട്ടില് പരദൂഷണം പറഞ്ഞു. ശിവേട്ടാ, ഇത് കാണുമ്പോൾ എന്റെ കൺട്രോള് പോണം. ഈ മീനൊന്ന് വീട്ടിൽ കൊടുക്കോ? ഞാനേ അമ്പലത്തിൽ പോട്ടെന്നാ, മീൻ കൈ കൊണ്ടുപോടൂല. അപ്പൊ നീ ഉച്ചക്ക് മീൻ കറി കുടിച്ച് ചോറിനല്ലേ? ചേച്ചി അത് ഉച്ചക്കല്ലേ ചേച്ചി? ആണാ? ഒന്ന് പോയാ എനിക്ക് വേറെ പണിയുള്ളതാ. ചെല്ല്. ആഹാ, പറിച്ചന സുഖം കൊണ്ട് അടക്കേൻ. അതിന് നിങ്ങൾ സ്പർശിക്കാൻ നിന്ന് തരണ്ട. എന്നെ പറിച്ചിക്കാൻ വന്നാലേ നിന്നെ ചട്ടി കൊണ്ട് അടിച്ച തല പൊളിച്ചുകളെ. ഒന്ന് പോയ അവിടുന്ന്. ദിവാകരൻ പോകാതെ സാധാരണ മദ്യപിച്ച് ശീലമില്ലാത്തതാണ്. ഏതായാലും സ്വാമി വിളിച്ചതല്ലേ. സ്വാമി ഇന്ന് പൊളിക്കും ഞാൻ. എടാ സ്വാമി, നിന്റെ പാപ്പന് എന്തെങ്കിലും പൈസ തന്നില്ലടാ? വന്നിട്ടില്ലടാ, വരുമ്പോ തരാം. സുഗുണേട്ടാ ഇരി നോക്കട്ടെ. അമ്മേ, സുഗുണൻ ചേട്ടൻ നമ്മുടെ സ്വാമിയുടെ പാപ്പന്റെ വീട്ടിൽ വാടക വന്നാണ്. പട്ടാളക്കാരനാണ് ട്ടാ. എവിടെയാണ് മോന്റെ വീട്? ഇളംകുന്നപ്പുഴ. ആ മോനോട് ഇരിക്കട്ടെ, ഞാൻ ഇന്ന് മീനൊന്ന് വെട്ടിയെടുക്കട്ടെ. ഇന്ന് ചെമ്മീൻ കമ്പനി പോയില്ലേ? അത് വെള്ളം ഓടിക്കാൻ വേണ്ടിട്ടല്ലേ. ഏതായാലും വന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. ഞാനൊരു പെട്ടിലാമ്പട്ട കണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പരിചയക്കാരൻ്റെയാ. അവനും മീൻ കച്ചവടമായിരുന്നു. അവനിപ്പോൾ ഗൾഫിലേക്ക് പോകാൻ ഒരു വിസ കിട്ടി. വേണമെങ്കിൽ നമുക്കത് നോക്കാം. നമുക്ക് നോക്കാം സൂണേട്ടാ. എടുത്തിട്ട് ഇപ്പൊ എന്ത് ബിസിനസ് ചെയ്യും? മീൻ കച്ചവടം. മീൻ ഇറക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ കച്ചവടം ചെയ്യുന്ന കാര്യം അത് നിങ്ങൾ നോക്കിക്കോണം. ദൈവമേ, ഇവന്മാർ ഇവിടെ ഇരുന്നാണ് വെള്ളടി. ഇന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ചെയ്യാൻ സുഖം. എടാ സ്വാമി, രാവിലെ തന്നെ അമ്പലത്തിൽ പോയി വന്ന് എന്റെ കുറിമായി വെച്ചിട്ട് ഇവിടെ വന്നിരിക്കാനുള്ള കള്ള. കള്ളച്ചോറ് ഇന്ന് അവന്റെ കുടലും പണ്ടവും പൊട്ടിത്തെറിക്കാറായി. അപ്പൊ ഇതിന്റെ അകത്ത് ബോംബും വെടികൊണ്ടായിരിക്കൂലേ? അത് ഇന്ന് രാവിലെ ഞാൻ എക്സർസൈസ് ചെയ്യില്ല, അതാണ് ചെയ്തെങ്കിൽ ഇപ്പൊ ചീക്കവയറ് കുറഞ്ഞേന്. സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം ഈ കൈ കൊണ്ട് ഞാൻ തോക്കെടുത്തിട്ടില്ല. നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. സാധനം വല്ലതുണ്ട കയ്യില്? അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നാ വീട്ടിലോട്ടൊന്ന് പോട്ടെ. സ്വയം കിടന്ന് കത്തുന്നുണ്ടാവും. എന്നാ പിന്നെ വേഗം വിട്ടു. സ്വയത്തിൽ കുറച്ച് വെള്ളം കുറിച്ചു. വൈകിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാൻ സുഖനേട്ടാ. മോൻ പോയണാ?
അയ്യോ ആദ്യമായിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ പോലും തരാൻ പറ്റിയില്ല. അത് സാരമില്ല മോനെ മോനെങ്കിലും പറഞ്ഞു ഇവനെ കൊണ്ടൊന്ന് കെട്ടിക്ക്. ദേ തല വരെ നരച്ച്. ഒന്ന് കെട്ടിയതിന്റെ ദുഃഖം സൂണേട്ടൻ അറിയാം. അമ്മ ഒന്ന് പോയമ്മേ. ഇവനിതെങ്ങനെ മനസ്സിലായി? ഒളിപ്പിച്ച് വെച്ചേക്കല്ലോ. എന്താണ് ശരിയായില്ലേ? പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കൊച്ചുമായി നിന്നെ ഞാൻ കണ്ടപ്പോ കാമദേവൻ പോലീസ് ഗേറ്റിന് കാലുണ്ടല്ലോ. ഇതിൽ ഇഷ്ടമില്ലാത്തതാണല്ലോ. സ്വാമി പണിക്കൊന്നും പോയില്ലടാ. ആദ്യം വലിയ മെച്ചൊന്നുമില്ല സാറേ. ഒന്ന് നിങ്ങളെ ചെമ്മീൻ കെട്ടിലെ വെള്ളടിണ്ടല്ലോ, അത് നിർത്തിക്കൊള്ളട്ടാ. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ എല്ലാരെയും വന്ന് പൊക്കി കൊണ്ടുപോകും. ഒന്ന് പോകും സാറേ, ഞങ്ങൾ വിളിച്ചാലും വരും പോലീസൊക്കെ. ചിലരൊക്കെ പൊക്കുകയും ചെയ്യും. കാലമൊക്കെ മാറി സാറേ. പിന്നെ ഞങ്ങളെ പൊക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോ 2 അടിയുള്ളൂ വയ്ക്കും. ഞങ്ങൾക്ക് വാങ്ങിച്ച് വലിയില്ല, പിണങ്ങി പോകാൻ ഭാര്യയില്ല. ചേട്ടൻ ഷർട്ടൊക്കെ ഇട്ട് നിന്നൂടെ? റോഡിലൂടെ പെണ്ണുങ്ങളൊക്കെ പോണതല്ലേ. നേരെ വെളുത്ത ഗേറ്റ് തൂങ്ങി നിന്നോളും. ഓ, ഒരു വീട് വാടകയ്ക്ക് വരുമ്പോ അതിന്റെ ടാപ്പൊക്കെ ഒന്ന് ശരിയാക്കി. സുഗുണേട്ടാ, ഏത് ടാപ്പാ കംപ്ലൈന്റ്? സുലു, നീ ആ ടാപ്പ് ഒന്ന് കാണിച്ചോടെ. സുഗുണേട്ടൊന്ന് കാണിച്ചു കൊടുത്തൂടെ? ഞാൻ എക്സർസൈസ് ചെയ്യുന്ന കാണുന്നില്ല സുലു. ഈ കസർത്ത് കാണിച്ചിട്ട് എന്തിനാ? ഞാനിത് ചെയ്യുന്നില്ല ഇനി. വാ, ഞാൻ കാണിച്ചുതരാം. അവിടെ വെച്ചോടാ. ആരാ നന്നാക്കണേ? ആരായാലും എന്താ, നന്നാക്കിയ പോരെ കുട്ടി. ദേ, എന്നെ കുട്ടി കിട്ടിന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാ മതി. നോക്കി നിൽക്കാതെ ടാപ്പ് അടയ്ക്കണം. എന്ത് നോക്കി നിൽക്കുവോ? നിനക്ക് പണി അറിയാൻ വേണം. നീ ചിരിക്കടാ, ചിരിക്ക്. എനിക്ക് തന്നെ വേണം. നിനക്കൊരു എല്ലാം കൂടുതലുണ്ടാ, അതൊന്നും കുറിച്ച് അറിയാം. എവിടെ പോണു? ടാപ്പ് നന്നാക്കിട്ട് പോയാ മതി, അല്ലെങ്കിൽ എന്റെ യഥാർത്ഥ രൂപം കാണും. ആഹാ, നിന്റെ യഥാർത്ഥ രൂപം എനിക്ക് കാണണമെന്നുണ്ടേ. വേഗം കാണിച്ചേ. എന്താ പറഞ്ഞ? എന്നെ അടിക്കാനായിട്ട് ഞാനൊന്ന് ഓടിക്കും. എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ മുഴുവൻ വെള്ളമാണല്ലോ. ഇവന്മാരാ ചേച്ചി, പണി അറിയൂല. ഇവിടുത്തെ വെള്ളം മുഴുവൻ കോരിട്ട് വിട്ടാ മതി.
നിങ്ങൾ ഉണ്ടാക്കി പിരിയുമ്പോട്ട് നിന്നോട്ടാ. പെണ്ണായി പോയി. അതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാത്തത്. ഞാൻ തുടച്ചോളാം, നിങ്ങൾ ടാപ്പ് ശരിയാക്കിക്കോ. എന്താണ് നോക്കി പേടിപ്പിക്കുന്നേ? സുലിച്ചേച്ചിനെ കാണണില്ല, കുളിക്കായിരിക്കും. പരാജയായില്ല. അയ്യോ തെറ്റിപ്പോ. ഇയാളും താഴെ ഉണക്കാട്ടേക്കണം. തെറ്റുവാണ്. ചേച്ചി ഇവിടെ പോയി. സുനേട്ടാ, വയറ് കുറയ്ക്കാനുള്ള എക്സസൈസ് ആണ്. അല്ലടാ, കമ്പി വളയ്ക്കാനുള്ള എക്സർസൈസ് ആണ്. എന്നിട്ട് കമ്പി വളഞ്ഞിട്ടില്ലല്ല. എടാ, ഇത് പട്ടാളക്കാർക്ക് മാത്രമുള്ള ഒരു എക്സർസൈസ് ആണ്. അതെ, സുലിച്ചേച്ചി. സുലിച്ചേച്ചിയോ? സുലോന ചേച്ചി വിളിയടാ. സുലോൻ ചേച്ചി അല്ല, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന? അല്ല, 1-ാം തീയതി അല്ലേ? സുലോൻ ചേച്ചി എടുത്ത് കൈനീട്ടം വാങ്ങിക്കാൻ നിർത്ത് വന്നതാ. കൈനീട്ടം ഞാൻ തന്നാ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. വൈകുന്നേരം ആവുമ്പോ കൈനീട്ടം വാങ്ങിക്കാൻ വന്നോളും. പണിക്കും പോത്തില്ല, വേലയ്ക്കും പോത്തില്ല. വീട്ടിൽ പോടാ. ശരി. 11-12. എടാ, നിന്റെ വീട്ടിൽ പോവാൻ ക്ലോപ്പം വന്ന് എണ്ണവും തെറ്റിട്ട്. ഇനി വേറെ ചെയ്യാം. ചേട്ടാ, ചേട്ടൻ പട്ടാളത്തിൽ യുദ്ധത്തിനൊക്കെ പോകാറില്ലേ? പിന്നെ യുദ്ധത്തിന് പോകാറില്ലേ? എന്നിട്ട് അവിടൊന്നും പറ്റിയിട്ടില്ലേ? നീ ഒന്ന് പിടിച്ചേ. അത് പൂവല്ല, കസേര കിടക്കണം. പക്ഷെ നീ ഇരിക്കണ്ട. എടാ, ഈ യുദ്ധത്തിൽ അപകടമുണ്ടായി എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്താ? എന്റെ ഒരു അത്ഭുത സസ്യമുണ്ട്. അതിന്റെ ഇല എടുത്ത് പിഴിഞ്ഞ് അതിന്റെ നീര് ഏത് മുറിവിലൊഴിച്ചാലും അപ്പൊ തന്നെ ഒട്ടിപ്പോവും. ആണോ? ഒരു യുദ്ധത്തിനിടയ്ക്ക് എന്റെ മുട്ടയിൽ ഒരു വെടിയുണ്ട വന്നുകൊണ്ട് എന്നിട്ട് വിറക് കീറി വെച്ചേക്കുന്ന പോലെ. അയ്യോ, ഞാൻ ആ അത്ഭുതം വരുന്നില്ലേ, അതെടുത്ത് ഈ മുറിവേലം കൊഴിച്ചു. തപ്പേതും കൊട്ടിപ്പോയി, പാടുപോലും ഇല്ലായിരുന്നു. സത്യം? ഒറിജിനലായിട്ട്? എന്നാ സസ്യത്തിന്റെ 2 എല്ലാം എനിക്ക് തരുമോ? അതെന്തിനാ? അതിന് ചാറ് പിഴിഞ്ഞേ നിങ്ങളുടെ അണ്ണാക്കിലോ ഒട്ടിക്കാൻ. ഇതൊന്നും ഞാൻ കേക്കണ്ടല്ല. ചേച്ചിനെ കാണാൻ പറ്റില്ല, ലോകത്തില്ലാത്ത തള്ളും കേൾക്കണ്ട. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ അവൻ അത്ര മണ്ണുണ്ണിയല്ല. ഇയാളിങ്ങനെ നുണ പറഞ്ഞ ഇയാളുടെ നാക്ക് വേദന എടുക്കൂലേ? ചേറ്റ ബോസ് ഒന്ന് മാറ്റി പിടിക്കാം. ഇവനിതെന്ത് പറ്റി? ആ കാന്താരി മുളക് നിങ്ങളും കടിച്ചല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി അവള് നിങ്ങൾക്കിട്ട് പണി തരുമെന്ന്. ഈ കാന്താരി മുളക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടിക്കാറുള്ളതാ. പക്ഷെ പാവങ്ങളോട് ഭയങ്കര കരുണയാ. ഈ ക്ഷീണം തീർക്കാൻ നമുക്കൊന്ന് കൂടിയാലോ? ഞാൻ റെഡിട്ടാ. കൈനീട്ടം കുപ്പിയായിട്ട് കിട്ടിയാ മതി. നിനക്കുള്ള കൈനീട്ടം ഞാൻ കാലുകൊണ്ട് തരുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? മാറിക്കണം അങ്ങോട്ടോ. കുഴപ്പമില്ല സ്വാമി. അതെ, നാളെ നമുക്കൊരു സ്ഥലം വരെ ഒന്ന് പോകണം. ഒരാളെ കാണാനാ. എന്റെ ഒരു അകന്ന ബന്ധുവാ, പേര് രാമേട്ടൻ. തുറക്കാൻ പറ്റണില്ലെന്ന്. ഹലോ രാമേട്ട, ഞങ്ങളിവിടെ എത്തി. കണ്ടു കണ്ടു. ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ പിള്ളേര്. ഇത് രാമേട്ടൻ, എന്റെ ഒരു ചേട്ടനാണ്. ഇത് കാത്തപ്പൻ, അത് പ്രഗണി, അത് സ്വാമി, ഇത് കിടു. കടുവോ? കടുവല്ല, കിടു. എല്ലാരും പേരിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. എനിക്കും ഇതൊക്കെ തന്നെ അറിയത്തുള്ളൂ. മീനെടുത്തു തരാം, ഞാൻ തരകിലെ ജോലിക്കാരനാണ്. പക്ഷെ അടുത്ത തവണ വരുമ്പം കൃത്യമായിട്ട് കാശ് കൊടുക്കണം. അത് തരാൻ ചേട്ടാ. എങ്ങനെ ചെയ്യാനാ പ്ലാൻ? തട്ടിടാനും ഫീൽഡിൽ പോകാനുമാണ് പ്ലാൻ. ഇവര് 4 പേരുണ്ടല്ലോ. ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ദുരഭിമാനം വെടിഞ്ഞ് ഇതിന് ഇറങ്ങി തന്നെ വലിയ കാര്യമാ. കാശ് കിട്ടണം.
കാശൊക്കെ കിട്ടും, അത് നോക്കി പിടിച്ചെടുക്കുന്നതിലാ കാര്യം. എന്നാണെന്ന് വെച്ചാ വിളിച്ചിട്ട് പോ. എല്ലാം ശരിയായി. വാ വാ. ആ എല്ലാരും ഉണ്ടല്ലോ. വല്ല കേസ് ഒപ്പിച്ച കേസിന്റെ കാര്യമാണെങ്കിൽ എന്നെ നോക്കണ്ട, ഞാൻ ഇടപെടില്ല. അതല്ലേ രമേശ് സാറേ, ഞങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ ഈ പെയിന്റിംഗ് പണി നിർത്തിയോ? നിർത്തിയിട്ടില്ല, ഇത് ക്ലച്ച് പിടിച്ചില്ല, അത് തന്നെ രക്ഷ. ഇരിക്കടാ, ഞാനിപ്പോ എന്ത് വേണം? ചേട്ടന് പ്രൊമോഷനായി AC ആയിട്ട്. എല്ലാവരും എടുക്ക്. നല്ല സമയത്ത് ഞാനിവിടെ വന്നത്. ചെലവൊന്നും പോരട്ടാ. ഞങ്ങളുടെ പുതിയ സംരംഭം സാറൊന്ന് ഉദ്ഘാടനം ചെയ്യണം. ഞാനോ? ഏയ് അതൊന്നും ശരിയാവില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. അങ്ങനെ പറയല്ല സാറേ, ഞങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ സാറാണ്. പോരാത്തിന് പേസയുമായി. എന്താ ബിസിനസ്? മീൻ കച്ചവടം. മീൻ കച്ചവട? അയ്യേ, അത് ഞാനെങ്ങനെ ഉദ്ഘാടനം ചെയ്യാനാ? ദിവസം 2 നേരം കഴിക്കണ സാധനമല്ലേ സാറേ. സാറേ ഞങ്ങളുടെ മീൻ വണ്ടി ഒന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് തന്നായി. ഫ്ലാഗോ? അത് കൊള്ളാലോ. നമ്മുടെ നാട്ടിലെ പെമ്പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ അവരല്ല നമ്മളെ മെയിൻ കസ്റ്റമേഴ്സ്. ആണോ? എന്നാ നമുക്ക് പൊളിക്കാം. രാമേട്ടാ, ഇപ്പളാ ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും ലക്ഷ്യമൊക്കെ ഉണ്ടായത്. അതിന് കാരണം രാമേട്ടനും സുഗുണേട്ടനുമാണ്. ആ രാമേട്ടൻ ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ ദൈവം. എന്താ രാമേട്ട പ്രശ്നം? ഇവനും മൂച്ച് ഇഷ്ടപ്പെട്ടില്ലേ? അതല്ല മക്കളെ, ഞാൻ ആകെ പ്രശ്നത്തിലാണ്. എന്നെ സഹായിക്കാൻ ആരുമില്ല. എന്താ രാമേട്ട പ്രശ്നം? ഞങ്ങൾ സഹായിക്കാം. എന്താടാ സഹായിക്കണ്ടേ? രാമേട്ടൻ പ്രശ്നം പറ. എനിക്കാകെ ഉള്ളത് എൻ്റെ ശ്രീമോള് മാത്രമാണ്. അവളെ ഒരുത്തം പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നു. അത് ചോദിക്കാൻ ചെന്ന എന്നെയും തല്ലാമ. ഞങ്ങൾക്ക് ആരുമില്ല. ആര് പറഞ്ഞു രാമേട്ട ആരുമില്ലെന്ന്? അവനെവിടെയുള്ളത്? അവന് വീട് എവിടെയാണ്? പറഞ്ഞ വേട്ട. കുറച്ച് ദൂരെയാ. എന്നാ വാ, ഇപ്പൊ തന്നെ പോവാ. ഇതെന്താ ഗുണ്ടായിസോ? നാളെ ചോദിച്ചാ പോരെ, വെള്ളം അടിച്ചിരിക്കല്ലേ. അല്ലേലും നിനക്ക് അണ്ടിക്കുറപ്പില്ല. നീയൊക്കെ ഒന്നും വേണ്ട റോബേ, ഞാൻ ഒറ്റ പോയി ചോദിച്ചോളാം. ലൈറ്റ് ഒന്നും ഇടും മോളെ. രാമേട്ടാ വാ, എനിക്ക് അവന്റെ വീട് കാണിച്ചു തന്നെ. പറഞ്ഞാലും മനസ്സിലാവും. നമ്മളെ സഹായിച്ച രാമേട്ട സഹായിക്കണ്ട് നീക്കണം. വെള്ളം വന്നു കിട്ടിരുന്നോടാ. മോള് കഥ കടച്ചകത്തിരുന്നു. നോക്കിയിരിക്കടാ, വാ പോകാം. ഇതാണോ വീട്? ഇതാ വീട്. എന്നോട് മതി. ബാക്കി ഞങ്ങൾ ചെയ്തോളാം.
നീയാണടാ ജിത്തു? എവിടാ നോക്കണം? ഇങ്ങോട്ട് വാടാ, ചെറ്റേ. ഇവിടെ വെള്ളോടിയാണല്ലേ. നീ അറിയണ ജിത്തു? മര്യാദക്ക് ഇവിടുന്ന് പോക്കോ, അല്ല പണി കിട്ടും. പണി കിട്ടുന്നതാ? പണി തരണോ നിനക്ക്? Ready? വാടാ. എടവാ ദൂരുമല്ല, ഒന്ന് എഴുന്നേക്കടാ. ഞാൻ നിന്നെ കാണാൻ ആരാണ്ടും വന്നേക്കണ്. ആരാണ്? ആ വേണമെങ്കിൽ ചെന്ന് നോക്ക്. ആ രാമേട്ടനായിരുന്ന? ആ, ഒരു പ്രശ്നമുണ്ടല്ലോടാ. നീങ്ങ വന്നേ. ഞാൻ നിങ്ങളോട് അവനൊന്ന് പേടിപ്പിക്കാനല്ലേ പറഞ്ഞുള്ളൂ. അതിനെന്തിനാടാ കൊന്നത്? കൊന്ന ആരാ? ആരെയെന്നോ? ഇന്നലെ രാത്രി പോയില്ലേ? ഞങ്ങളാരും കൊന്നിട്ടില്ല. രാമേട്ടൻ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ അവര് ചത്തു. അവിടെ നിറയെ പോലീസും ജനക്കൂട്ടവും. പോട്ടെ. എന്റെ സുഗുണേട്ടാ, ഇത് പാട്ടവലിക്ക് തൂക്കി വിറ്റൂടെ? എന്നെ നോക്കി പേടിപ്പിച്ച ഈ കുന്ത്രാണ സ്റ്റാർട്ട് ആവൂ. ഞാനിത് വല്ല ആക്രിക്കാർക്കും തൂക്കി കൊടുക്കും. സുലു നിന്നെ ഒരുപാട് കയറ്റിയ വണ്ടിയായത്. അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ ഇതിനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ. എടി ഇതിനൊരല്പം വലിവ് കുറവുണ്ട്, സത്യമാണ്. ഇങ്ങനെ പോയാ നീ എന്നെ തൂക്കി വിൽക്കുമല്ലോ അടി. അതിന് നിങ്ങക്ക് വലിവേ ഇല്ലല്ലോ. സുലു, ഞാൻ പോണു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അവൻ വന്നത് ഭാഗ്യം. അല്ലേ അവൾ എന്നെ ആക്രിക്കാർക്ക് തൂക്കി വിറ്റാനെ. എന്താ പറഞ്ഞ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നിന്നെയൊക്കെ ഞാൻ എത്ര തവണ വിളിച്ചു. നിന്റെയൊക്കെ ഫോൺ സ്വിച്ച് ഓഫ്. കുഴപ്പമൊന്നുമില്ലല്ലോ, എന്റെ മൊബൈൽ സ്വിച്ച് ഓൺ ആണല്ലോ. ആര് പറഞ്ഞ? ഞാൻ കൊറേ വിളിച്ചതാ, സ്വിച്ച് ഓഫ്. വണ്ടിക്ക് എന്താ പറ്റിയ? വണ്ടിക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. ചേട്ടാ, ഇവിടെ മനോരമയല്ലേ വരുത്തുന്നത്? അതെ. ഇന്നത്തെയും പത്രവും തരും. ഇന്നത്തെ പത്രം ഇവിടെ ഉണ്ട്. ഇന്നലത്തെ പത്രം സുലുവേ, ഇന്നലത്തെ ആ പത്രം ഇങ്ങെടുത്തേ. എന്താ പത്രത്തില്? വോട്ടുകാർ ഹർത്താൽ നടത്തുമെന്ന് പത്രത്തിലുണ്ടായിരുന്നു പറഞ്ഞു. കടൽ ഹർത്താൽ. കടൽ ഹർത്താലോ? ഇനി കടൽ ഹർത്താലിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഏതായാലും ഒരു ഗുണമുണ്ട്. കരയിൽ ഹർത്താൽ നടത്തിയാൽ നമുക്ക് സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റൂ. കടലിലായതുകൊണ്ട് ഈ വള്ളത്തിന്റെയും ബോട്ടിന്റെയും ഒന്നും ശല്യമില്ലാത്തത് കൊണ്ട് ഈ മീനുകൾക്ക് അറഞ്ചം പുറഞ്ചം നീന്തി സൂയിക്കാം. കുന്തളിച്ച് നീന്താവുന്ന പോലീസ് ജീപ്പല്ലേ പോണു.
ജീപ്പ് നിങ്ങളുടെ വീടിന്റെ ഭാഗത്തോട്ടാണല്ലോ പോകുന്നത്. എന്താടാ വല്ല പ്രശ്നമുണ്ടോ? ഏയ് ഞാൻ നോക്കിട്ട് വരാം. ഇവൻ ഈ മതിൽ ചാടി ഇത് എവിടെ പോന്നു? കാത്തപ്പാ 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 അമ്മേ അമ്മേ ഫോണോട് ഇരിക്കണ്ടല്ലോ. കാത്തപ്പാ 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 ഇവന്മാരൊക്കെ എവിടെ പോയി? കാത്തപ്പാ കാത്തപ്പാ ഇതൊരു മനസ്സിലാവും. അവര് കുറച്ച് ദിവസം പോയി കിടക്കട്ടെ. എടി അവൻ എന്തിനാണ് കരയണ? അവനൊന്ന് പോയി സമാധാനപ്പെടുത്തിയടി. ഒന്ന് പോയിച്ചി. എന്നാലും യുവമാർക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാണ്? യുവമാർക്ക് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ട്. പോയടാ പോയി. എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. ചെല്ലട ശിവ. ഒരു കുപ്പിയെങ്കിലും വാങ്ങിച്ചു വെക്കാറുണ്ടല്ലോ പട്ടികളെ. സാറേ പോകല്ലേ, ഇവനൊരു കുപ്പി കൊടുത്തേച്ചും പോണേ. എന്താണ് മീൻ കച്ചവടം നിർത്തിയാ? വല്ല കാലത്തും പോയാൽ മീൻ മേടിക്കാൻ ആള് കാണൂല. എടാ കാത്തപ്പ, നാളെ പ്രസിഡന്റ് മോളുടെ കല്യാണമാണ്. അവനെന്തെങ്കിലും കൊടുക്കണം. എന്തു കൊടുക്കാനാണ്? ആർബറി പോകാതിരുന്ന കൂടുതൽ സംശയം ഉണ്ടാകുള്ളൂ. രാമേട്ട ഫോണിൽ വിളിച്ചിട്ടുള്ളല്ലോ. ഫോൺ കംപ്ലൈന്റ് ആയിരിക്കും. നമുക്ക് നാളെ പോയി മീനെടുക്കാം. രമേശ് സാറും ചോദിച്ചു ആർബറി പോണില്ലെന്ന്. അയാൾക്ക് എന്തോ സംശയമുള്ള പോലെ. അവിടം വരെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യം അറിയാൻ പറ്റിയാണ്. നിനക്കാണ് മാറുന്ന പുള്ളി കൊറ. നിന്റെ ഒക്കെ നടക്കിട്ടല്ലേടാ തോട്ടിട്ടല്ലേ? എന്താടാ പെയിന്റിംഗ് പണിക്ക് നിർത്തി യൂണിഫോം ഇട്ട് കാറ്ററിങ്ങിന് പോണാ? സുഗുണേട്ടൻ സ്പോൺസർ. നമ്മുടെ സൂണേട്ടനാ? സംഭവം എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ ശിവ? സൂണേട്ടൻ സൂണേട്ടൻ വരും, ലേറ്റ് ആകും. നന്നായിട്ടാ. നിന്നെ കലവറയിൽ കണ്ണിട്ടായിരിക്കും നിർത്താം. നീ ഇരിക്കണ്ട, നിന്നെയൊക്കെ ഈ പന്തലിന്റെ മുന്നിലെ നോക്കുത്തിയുടെ എടുത്താ. എന്ത് വേഷം കെട്ടിയാണ് നടക്കുന്നത്? ടച്ചിൻസ് തീർന്നടാ. എന്ത് മാതിരിട്ടാ കാണിക്കണം. പൊട്ടേട്ടന്മാരെ, നീ അങ്ങനെ അങ്ങോട്ട് പോയാലാ ഞങ്ങക്കിട്ട് ഉണ്ടാക്കിട്ട് ഞങ്ങളൊക്കെ നന്നായി കത്തപ്പ. ഞാനൊന്ന് കൊടുക്കുന്നു വിചാരിച്ചാ അവൻ്റെ ടോർച്ചടി. നിന്നെയൊക്കെ പൂളോടാ, നീയൊക്കെ ചെവി തുള്ളിക്കോ. നിന്നെയൊക്കെ പൂളോടാ.
ഓർത്തോടാ. ഞങ്ങ അങ്ങോട്ട് തന്നെയാണോ വന്നെ? നിന്റെ ഒക്കെ നാട്ടിലേക്ക് നിനക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ പൂളടാ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. വിളിച്ചിട്ടുണ്ടല്ലോ. നമുക്കാരോടും ചോദിക്കാവാ. നമ്മുടെ രാമേട്ടനെ കണ്ട? ഏത് രാമേട്ടൻ? ആരൊക്കെ നിക്കണ? കണ്ടില്ലല്ലോ. നമുക്ക് ഉണ്ടായ കാര്യങ്ങൾ ചെന്ന് പോലീസിൽ പറഞ്ഞാലോ? നല്ല ഐഡിയ. നമ്മളിപ്പോ റിമാൻഡിൽ പോയി ചോദിച്ചാൽ മതി. എടാ, പത്രത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്ന് അറിഞ്ഞിടത്തോളം കുഴപ്പണക്കാർ തമ്മിലുള്ള വൈരാഗ്യാണെന്ന്. പോലീസും ആ വഴിക്കാണ് നീങ്ങുന്നത്. നമുക്ക് രമേശൻ പോലീസിന്റെ അടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റൂലേ? അത് ശരിയാവല്ലോ. അയാൾക്കുള്ള സംശയം തോന്നുന്നു. അമ്മച്ചി കാത്തപ്പില്ലേ? കുറച്ചു മുമ്പ് കിടുവിനോട് കൂടെ ഉണ്ടായിരുന്നു. എങ്ങാട് പോയെന്ന് അറിഞ്ഞൂടല്ല. മോനാ സാമിയുടെ വീട്ടിലൊന്ന് നോക്ക്. ഇല്ല, അവിടെ ഇല്ല. അവിടെ എവിടെയെങ്കിലും കാണും. യുവമാരിത് എവിടെ പോയതാണ്? കുന്തം ഒരു അത്യാവശ്യത്തിന് വിളിക്കുമ്പോൾ ഇതിനകത്ത് കാശും കാണത്തില്ല. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. രമേശ് സാറല്ലേ? ആ, കിടുവാ. കൊറേ നാളായല്ലോ കണ്ടിട്ട്. നീ മീൻ കച്ചവടമൊക്കെ നിർത്തിയാ? ചേച്ചി സാറിനൊന്ന് വിളിച്ചേ. രമേശ് ചേട്ടൻ റെഡിയാവാ. ഇപ്പൊ വിളിക്കണോ? അത്യാവശ്യം. രമേശ് ചേട്ടാ. എന്താ കാത്തപ്പോ രാവിലെ തന്നെ? സാറിന് മുനമ്പ സ്റ്റേഷനിൽ ആരെങ്കിലും പരിചയമുണ്ടോ? വല്ല കേസ് ഒപ്പിച്ച അവിടുത്തെ ആൾക്കാർ തന്നെ ആവശ്യത്തിലധികം കേസ് ഉണ്ടാക്കുന്നുണ്ട്. എന്താ പ്രശ്നം? അതാണ് സാറേ പ്രശ്നം. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നാന്നറിയാനാണ്. മീനെടുക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഹാർബറിലിട്ടല്ലോ ഒരാൾ തീർത്തത്. അതൊന്നും പെട്ടെന്ന് തീരില്ല. 2-3 പേര് കൂടി ചാവും.
ദേ ചായ. ഞങ്ങളുടെ മുമ്പിട്ട് അയച്ച ഒരാളെ വെട്ടിക്കൊന്നേ. ആണോ? നിങ്ങൾ പൊക്കോ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. കിടു, നല്ല മീൻ കിട്ടാണെങ്കിൽ കുറച്ച് കൊണ്ടുവരണം. കിടുവിന്റെ ഒക്കെ മീനാ നല്ലത്. ചേട്ടൻ കൊണ്ടുവരണത് ഐസിലിട്ട് മരവിച്ച മീനാ. അതൊന്നും എനിക്ക് അറിയാവുന്നല്ലേ ചേച്ചി, ഞാൻ കൊണ്ട് തരാന്നേ. പോട്ടെ സാറേ. ആ ശരി. വായി നോക്കി നിക്കണങ്ങൾ വാടപ്പ. ഇന്ന വന്നടാ ചാകങ്ങൾ നല്ല ഒലിപ്പിരി എടുത്തിട്ട് ആ പെണ്ണും കൂടെ കാണാൻ നിന്നെ കാണുമ്പോ തോട്ടക്കും. അസൂയപ്പെട്ടിട്ട് കാര്യമില്ലട്ടാ. അയാളെ കണ്ണിക്കട പെണ്ണുങ്ങളുടെ പുറകെ പോകുമ്പോ അവർക്ക് വേണ്ട എൻജോയ്മെന്റ്. ഞാനത് നായിക്കും. ഇനി അധികം സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എടാ കാത്തപ്പ, നിങ്ങളെയൊക്കെ ഞാൻ എവിടൊക്കെ തപ്പി. ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താ ചേട്ടാ? നമ്മുടെ രാമേട്ടൻ മരിച്ചു. മരിച്ച? എപ്പാ? ആത്മഹത്യാന്നാ കേട്ടത്. നമുക്ക് പോണ്ടേ? പോണം പോണം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാത്തപ്പ. എന്തിനാണ് രാമേട്ടൻ അങ്ങനെ ചെയ്തത്? നിങ്ങളെ കണ്ടിരുന്നില്ലേ? കുറച്ച് ദിവസമായിട്ട് ആരോടും ഒന്നും സംസാരിക്കാറില്ലെന്ന് അറിഞ്ഞത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പോവാ. സുനേട്ട നോക്കി പോണേ. ഞാൻ ഫിറ്റല്ല കാത്തപ്പ, ഞാൻ ഫിറ്റല്ല. ഇവനാണ് എല്ലാത്തിനും കാരണം. ഇവന്റെ ഒരു എടുത്തിയാട്ടം. അതേടാ, ഞാനാണ് എല്ലാത്തിനും കാരണം. ഞാൻ എടുത്തിയാടുന്നുണ്ടെങ്കിൽ അതെന്റെ കൂട്ടുകാരന്മാർക്ക് പറ്റിയാടാ. നിനക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പളാ. അതെ, നിന്റെ എടുത്തിയാട്ടം കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത്. ഇപ്പോഴാണ് ഒരാൾ ചാകുകയും ചെയ്ത്. നീ ഒന്നും മിണ്ടാരിയുടെ കാത്തപ്പ. അന്ന് നീ അവനോട് പറഞ്ഞതല്ലടാ നാളെ ചോദിക്കാന്ന്. എന്നിട്ട് കേട്ടാ? കേക്കൂല, ഒന്നും ആലോചിക്കേയില്ല. എന്നിട്ട് എല്ലാം അനുഭവിക്കാൻ. അതേടാ, ഞാനാണ് എല്ലാത്തിനും കാരണം. ഞാൻ മാത്രമാണോ സ്വാമി? ഞാനാണ് എല്ലാത്തിനും കാരണം. എന്താണ് ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ. നിനക്കറിയാലോ കാത്തപ്പന്റെ സ്വഭാവം. നീ എവിടെ പോണേ? നീ അവിടെ സ്വാമി, ഞാൻ കാണുന്ന നിനക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താണ്? ആ മക്കള് വന്നാ? മറ്റുള്ളവരൊക്കെ എവിടെ? ഇന്നലെ രാത്രി കാലമാടം കിടത്തി ഉറക്കിയിട്ടില്ല. എടാ, ഏതാണ്ട് ഇതില് മുഷിഞ്ഞത്? എല്ലാം മുഷിഞ്ഞതാണ്. ഈ ജീൻസ് ഇലക്കണോ? വേണ്ട, ഇത് വിറകൊള്ളിയോലായല്ല, കുത്തിച്ചാരി വെക്കാം. അതവിടെ കിടക്കട്ടെന്ന്. കിടന്നോട്ടെ, ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്താനായിട്ട്. എടാ, എവിടെന്നെങ്കിലും പോയി ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വാ. നിനക്ക് വെച്ച് തന്നും തുണിയിലക്കും എന്റെ നടു ഒടിഞ്ഞ്. എന്താടാ മോനെ, നിങ്ങൾ തമ്മിൽ വല്ല വഴക്കുണ്ടായോ? ഇന്നലെ രാത്രി കുടിച്ചു വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. മോനിരിക്കെ, ഞാനിത്തിരി കട്ടം. അതിന് നീ എന്തിനാണ് തൊലിക്കണത്? എനിക്കെന്താ ചിരിക്കാനും പാടില്ലേ? ദേ അവിടെ ഒരുത്തം വന്ന് നിപ്പുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യണം? അവൻ ആനയാമ്പാരിട്ട് സ്വീകരിക്കണ? ഒന്ന് പോവാൻ പറടാപ്പാ. ഓ, നീ ഇങ്ങനെ കഥനൊക്കെ തിരുവോളത്തായിരിക്കണല്ലോ പന്തം കൊണ്ടിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തലയാൻ കുത്തിയിരിക്കണ? നിനക്ക് ഇന്നലെ എന്തിന്റെ സൂക്കരാ വെറുതെ എന്റെ മേക്കിട്ട് ഇറങ്ങാനായിട്ട്? വീട്ടിൽ പോയി കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വന്നില്ല. എടാ, കുറേശ്ശെ വലിച്ച് കയറ്റണം. രാവിലെ മുതൽ വന്ന് നിൽക്കും എന്റെ വീട്ടിൽ നിന്നെ കാണുമെന്നും പറഞ്ഞു. ആ പൈലിച്ചേട്ടൻ വിളിച്ചിട്ടുണ്ടായി ഫ്ലാറ്റിന്റെ പണി തുടങ്ങണമെന്ന്. ഓ, നമുക്കിത് മതിയടാ. ഉള്ളതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു. ആ, ഞാനും വരാം. നീ എന്തിനാ തന്നെ ഇവിടെ പെയിന്റിങ് അറിയാൻ പാടില്ല? ഓ, പിന്നെ നീയൊക്കെ പെയിന്റിങ് അറിഞ്ഞിട്ടില്ലേ ചെയ്യണത്? അവനെന്തേടാ ബിസിനസ്സുകാരൻ? നീ ആ ഷർട്ട് എടുത്തിട്ടുണ്ടോന്ന് അവന്റെ വീട്ടിൽ പോയി നോക്കാം. കുടിക്കും മക്കളെ. ചെറിയ ക്ലാസ് ആണല്ലോ. അവനെണീറ്റില്ലേ? അവനിവിടെ ഇല്ലല്ലോ മക്കളെ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ രാത്രി ഇങ്ങോട്ട് പോകുന്നതാണല്ലോ.
എന്താ മക്കളെ? ഒന്നുമില്ല ചാ. വാടാ, ഷെഡി കാണും. വാ. എന്ത് കാണിച്ചിട്ട് ഒട്ടിക്കണേ? ഞാൻ ഒട്ടിക്കണേ? കിട്ടണമില്ലല്ലോ. നിങ്ങളിത് പണിക്കൊന്നും പോയില്ലേ? ഇല്ല സാറേ. ശിവനെന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ? വെറുതെ ഒട്ടിക്കണത് കാണാല. 1/2 ലിറ്റർ വാങ്ങിക്കൊടുത്ത് അവനൊട്ടിക്കാവുന്നു. നമ്മുടെ പൊട്ടിക്കേണ്ട കാര്യമുണ്ടോ? സഖാവെ നോക്കൂലി അറിഞ്ഞ ഒരു സഖാവേ ഒട്ടിച്ചു കഴിഞ്ഞില്ലേ? ഈ ശിവന്റെ അടുത്ത കളി. അവനിതെവിടെ പോയടാ? എനിക്കാണ് ഇന്നലത്തെ ഒരു ഓർമ്മയില്ല. ഉള്ള മുഴുവനും വിഴുങ്ങി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പണ്ടാറോടങ്ങിട്ട് കുടിച്ച് പറ്റായിട്ട് ഇനി എവിടെയെങ്കിലും ഒന്നും മിണ്ടാതിരിയടാ. നമ്മളാള് കണ്ടില്ല. ഭയങ്കര കാമറായില്ലേ? എവിടേക്ക് രാവിലെ രണ്ടുപേരും കൂടെ? വീട്ടിലിരുന്നിട്ട് ഒരു സുഖമില്ല, ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ. എങ്ങനെ സുഖം ഉണ്ടാവനാ? ഒരു സ്പർശന സുഖത്തിന് പോലും സമ്മതിക്കാത്ത ഒരു സാധനം കൂടെ ഉണ്ടായില്ലേ? അവിടെ പോയി മേരി ചേച്ചി ബാംഗ്ലൂർ അവർ അനിയത്തിന്റെ വീട്ടിൽ പോയി. ഇനി കുറച്ച് സ്പർശന സുഖമൊക്കെ ആകാം. ഏറ്റില്ലല്ലേ? പാടി. അയ്യേ, നമുക്ക് അവനൊന്ന് ഹാർബറിൽ പോയി തിരക്കിയാലോ? എനിക്ക് തോന്നണില്ല അവനോട് ഉണ്ടാവും. പിന്നെ എവിടെ പോവാന്? എന്തേ ഒരാളുടെ കുറവുണ്ടല്ലോ, എവിടെ പോയി? അവനെ ഉണ്ടാവില്ല, ഉറക്കത്തിലേക്ക്. നമുക്ക് സുഗുണേട്ടന്റെ അവിടെ ഒന്ന് നോക്കിയാലാ? അത് ശരി. വാ. ഞാൻ നിങ്ങളെ കാണാനിരിക്കുവായിരുന്നു. സുഗുണേട്ട പ്രഗ്നീനൊക്കെ ഉണ്ടായിരുന്ന? ഇല്ല. എന്താടാ? അവരിന്നലെ വീട്ടിൽ ചെന്നിട്ടില്ല. മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫാ. അവൻ അവിടെ എവിടെയെങ്കിലും കാണും. കൊച്ചി ഇറക്കണൊന്നും അല്ലോ. അതല്ലേ ഏട്ടാ, അവൻ ഇന്നലെ അല്ല പറ്റായിരുന്നു. ഞങ്ങൾ നേരത്തെ പോരുകയും ചെയ്ത്. നിങ്ങൾ ഷെഡി നോക്കിയോ? അവിടെ ഇല്ലെന്നേ. നിങ്ങൾ എന്തിനാണ് ഈ ടെൻഷൻ അടിക്കുന്നത്? അവൻ ഏതെങ്കിലും കമ്പനിക്കാരുടെ കൂടെ കാണും. അവന്റെ സ്വഭാവം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അവനായിരിക്കും. ഇത് അവനാടെ പ്രഗ്നി. നീ എവിടെയാ പോത്തെ? കുറച്ച് മാംസകഷ്ണങ്ങൾ മാത്രമേ. പിന്നെ എങ്ങനെ തിരിച്ചറിഞ്ഞു? റെയിൽവേ ട്രാക്കിൽ അവന്റെ പേഴ്സും മൊബൈൽ ഉണ്ടായിരുന്നു. ബോഡി വിട്ട് കിട്ടുന്നതിന് വല്ല പ്രശ്നം വല്ലതും? സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ആരും ഒബ്ജക്ഷൻ ഒന്നും പറയാത്തതുകൊണ്ട് ഫോർമാലിറ്റീസ് ഇല്ലാതെ ബോഡി കിട്ടി. കാണാനാ സാറേ? എന്റെ കൂട്ടുകാരുടെ മാംസ കഷ്ണങ്ങളാ. അവൻ എപ്പോഴും പറയും, നമ്മളിൽ ആരെങ്കിലും മരിച്ച സങ്കടപ്പെടരുതെന്ന്. സങ്കടം മദ്യപിച്ച് തീർക്കണു. ഞങ്ങളെ വേണ്ടാഞ്ഞിട്ടല്ലേ സാറേ അവൻ പോണത്.
നിന്നോടാരുടെ കുപ്പി മേടിക്കാൻ പറഞ്ഞത്? നീ ആ പത്രം ഒന്ന് വായിച്ചു നോക്ക്. മുനമ്പം കൊലപാതക കേസ്, പ്രതികൾ പിടിയിൽ. കൊലപാതക കാരണം കുഴൽപ്പണ മാഫിയയുടെ കുടിപ്പക. ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ മുനമ്പം മൂവർ സംഘ കൊലപാതക കേസിലെ പ്രതികളായ ബിബീഷ്, സജീർ എന്ന് വിളിക്കുന്ന ഡാമിയൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് പിടിയിലായത്. ഇവർ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. കോടാലി സാബു, അനിയപ്പൻ, സ്റ്റീഫൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട കുടിപ്പകയാണ് ഇരു കൊലപാതകങ്ങളിലേക്ക് നയിച്ചത്. ഇടകിടു രക്ഷപ്പെട്ടടാ. എന്താണ് കേസ്? കുഴൽപ്പണ മാഫിയയിലേക്ക് പോയില്ലേ? ദൈവമേ, ആ ടെൻഷൻ നിങ്ങൾ മാറിക്കിട്ടെ. എന്തു നോക്കിക്കടാ, ഒഴിക്കട വരണം. പല്ല് കളയല്ലേ, ഓപ്പണർ ഇട്. അത് ശരി. കവറാ ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേ? സ്വാമി, കാത്തപ്പാ, എന്താടാ? കാത്തപ്പ, കിടു, സ്വാമി, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിങ്ങളെ ചതിക്കേണ്ടി വന്നു. നമ്മൾ ആ വീട്ടിൽ പോയ രാത്രി എന്താടാ എന്നോട് ഇറക്കിയേക്ക്. ഞാൻ ചിട്ടിയുടെ വീട്ടിൽ കിടന്നോളാം. നിങ്ങൾ പൊക്കോ. ശരിയാടാ. ശരി.
രൂപയിൽ കുറച്ച് ഞാനിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കുള്ളതാണ്. ബാക്കി ഞാൻ എടുക്കുന്നു. എന്നോട് ക്ഷമിക്കുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഗിനി. എന്തിനാടാ ഈ പണം? കൊണ്ട കത്തിച്ചു കളയാടാ. ഈ കാശ് കൊണ്ടല്ല പോലീസിൽ ലഭിച്ചാല. വേണ്ട, അവന്റെ ഒടുക്കത്തെ ആഗ്രഹമല്ലേ അത്. നടക്കട്ടെ, നമുക്കിത് അവന്റെ വീട്ടിൽ കൊടുക്ക. അവരെങ്കിലും ജീവിക്കട്ടെ. അപ്പൊ ബാക്കി കാശോ? റെയിൽവേ ട്രാക്കിൽ നിന്ന് പേഴ്സും ഫോണും മാത്രമല്ലേ കിട്ടിയുള്ളൂ? പ്രഗിനി അല്ലടാ ആള്.
എല്ലാരും കൂടി രാവിലെ എങ്ങോട്ടാ? പഴയ പണി പെയിന്റിങ്ങിനാ? അതന്നെ. ഇന്ന് സാമൂഹിക പ്രവർത്തനം ഒന്നും ഇല്ലേ? നേരൊന്ന് വെളുക്കട്ടെ മാഷേ. ഓഹോ, വെളുക്കട്ടെ. ശ്രീമോളെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്? ശ്രീമോള് ഹാപ്പിയാണ്. സ്വയത്തിനൊരു സഹായം കൂടിയാണ്. ആഹാ ചേട്ടാ, ഈ പെട്ടിലാമ്പട്ട ആർക്കെങ്കിലും കൊടുത്ത് കബൂല. അത് ഞാൻ നോക്കിക്കോളാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങണേട്ടാ. ഒരു കോൺട്രാക്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് വലിയ കമ്പനിയാ, തമ്മരത്തെ പണി. എന്നാ പിന്നെ വൈകുന്നേരം കാണാം. ഓട്ടോ വന്നിട്ടുണ്ട്. അതെ, ഞങ്ങള് മദ്യപാനം നിർത്തിയിട്ടാ. ഞാനും പുതിയ ഷർട്ടൊക്കെ ഇട്ട് നീ എങ്ങാട്ടാണ് ഇത്? നിങ്ങളിവിടെ പെയിന്റിങ്ങിന്. ആഹാ, ശിവനിതെന്ത് പറ്റി? അമ്മ പറഞ്ഞു ഒരു കല്യാണം കഴിക്കാൻ. എന്നിട്ട് പെണ്ണ് കണ്ടോ? കണ്ടു. എവിടെ നിന്ന്?